കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, വിവാഹത്തിന് താമസം വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. എന്ത് ചെയ്താലും, എന്ത് വഴിപാട് നടത്തിയാലും, കുടുംബക്ഷേത്രത്തിലാണെങ്കിലും അല്ലാതാണെങ്കിലും എന്ത് വഴിപാട് നടത്തിയാലും സ്വാഭാവികമായിട്ടും ചില നക്ഷത്രക്കാർക്ക് വിവാഹ തടസ്സം വരും. അത് ജാതകത്തിലുള്ള ദോഷം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വല്ല ദോഷം കൊണ്ടോ എന്തിരുന്നാലും തന്നെ അത് ഈ നക്ഷത്രക്കാർക്ക് ആ തടസ്സം, വിവാഹ തടസ്സം വന്നുകൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരിക്ക് പറ്റിയാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് പെട്ടെന്ന് വിവാഹം നടക്കും, അല്ലേ? ചിലർക്ക് പെട്ടെന്ന് വിവാഹം നടക്കും. ചിലർക്ക് മംഗല്യം നീണ്ടുപോകും. വഴിപാട് കഴിച്ചാലും കുടുംബക്ഷേത്രത്തിൽ തൊഴുതാലും ഇവർക്ക് ഫലം കിട്ടിയെന്ന് വരില്ല. ചിലരുടെ ജാതകത്തിലുണ്ടാവും, അതായത് വിവാഹത്തിന് താമസം വരുമെന്ന് ജാതകം നോക്കി നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ പല കാരണം കൊണ്ടാണ് ഈ വിവാഹത്തിന് തടസ്സം വന്ന് നീണ്ടു വന്നത്. പിന്നെ ഒന്ന് കുടുംബ പരദേവതാ ദോഷം കൊണ്ടും ബാധാദോഷം കൊണ്ടും അതുപോലെ തന്നെ പിതൃക്കളുടെ ദോഷം കൊണ്ടും സ്ഥലദോഷം കൊണ്ടും ഒക്കെ അങ്ങനെ പല വിധത്തിൽ ഇവർക്ക് വിവാഹത്തിന് തടസ്സം വരും. അങ്ങനെ വിവാഹത്തിന് തടസ്സം വരുന്ന സാധാരണയുള്ള ആ തടസ്സങ്ങൾ ഈ ഞാൻ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ വന്ന് സംഭവിക്കണമെന്നൊന്നുമില്ല കേട്ടോ. എന്നാൽ 90% വരുന്ന ഞാൻ പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ വിവാഹത്തിന് കാലതാമസം വരും. അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഏതാണെന്ന് ഞാൻ പറയാം. ഒന്ന് തിരുവാതിര നക്ഷത്രക്കാർ, അവർക്ക് വിവാഹം ഇത്തിരി താമസം വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് മകം നക്ഷത്രക്കാർ, മകം നക്ഷത്രം. മറ്റൊന്ന് ചിത്തിര നക്ഷത്രം, വേറൊന്ന് പൂരാടം നക്ഷത്രം, മറ്റൊന്ന് അവിട്ടം നക്ഷത്രം. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഇത്തിരി കാലതാമസം വന്നു ചേരാനുള്ള സാധ്യത കാണാവുന്നതാണ്. അവിട്ടം നക്ഷത്രക്കാർ ചിലർ അവിവാഹിതരായി നിന്നും വരും. അങ്ങനെയുണ്ട്. ചില അവിട്ടം നക്ഷത്രക്കാർ അവിവാഹിതരായിട്ട് നിൽക്കാനായിട്ടാണ് സാധ്യത. എന്ന് വിചാരിച്ച് എല്ലാ വിട്ടംകാരും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ വിവാഹത്തിന് താമസം വരുന്ന ഈ നക്ഷത്രങ്ങൾ ഇവയാണ് ഞാൻ പറഞ്ഞ തിരുവാതിര, മകം, ചിത്തിര, പൂരാടം, അവിട്ടം നക്ഷത്രങ്ങൾ. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.